One wrong step can destroy a lifetime. One drug can steal 1,000 dreams. Operation Tufan is not just an operation. കണക്ക് 5353 കേസുകളിലേക്കും ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് കേരളം നേടിയെടുത്തത് വെറും കേസുകളോ അറസ്റ്റുകളോ മാത്രമല്ല, ആ വിഷവ്യാപനത്തെ ഇല്ലാതാക്കാൻ കേരളം ഉയർത്തിയ ശക്തമായ മറുപടിയാണ്. ഓപ്പറേഷൻ തൂഫാൻ is not just an operation. ഒരു തെറ്റായ കൗതുകം, ഒരു ചെറിയ വഴിതെറ്റൽ, അതുതന്നെ മതിയാകും ഒരു ജീവിതം തകർന്നടിയാൻ. ഇരുളിൻ്റെ മറവിൽ പടർന്നു കിടക്കുന്ന ഒരു കുടുംബത്തെ ഇല്ലാതാക്കി കളയുന്ന, യുവതലമുറയുടെ സ്വപ്നങ്ങളെ തകർക്കുന്നതായ ഒരു അപകടം. ആ അപകടത്തിൻ്റെ പേരാണ് മയക്കുമരുന്ന്. ആ ഇരുട്ടിനെ ചെറുക്കാൻ, ആ വിഷവ്യാപനത്തെ ഇല്ലാതാക്കാൻ കേരളം ഉയർത്തിയ ശക്തമായ മറുപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. സമൂഹത്തിൽ ലഹരി വ്യാപനത്തെ ചെറുത്തുകൊണ്ട് വഴിതെറ്റിയ ജീവിതങ്ങളെ പ്രതീക്ഷയുടെ പാതയിലേക്ക് കൈപ്പിടിച്ചുയർത്തി കേരളത്തെ ലഹരിമുക്ത കേന്ദ്രമാക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. Operation Tufan is not just an operation. It is the three-layered fight for Kerala's future. കേരളത്തിൻ്റെ ഭാവിയെ ലഹരിയുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് 3 തൂണുകളാണ്. ഒന്ന്, റെയ്ഡുകളിലൂടെയും പരിശോധനകളിലൂടെയും കടത്ത് ശൃംഖലകളെ തേടിപ്പിടിച്ച് തകർത്ത് കളയുന്ന ശക്തമായ നിയമ നടപടി. 2, യുവജനങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും ബോധവൽക്കരണത്തിൻ്റെ ശബ്ദം എത്തിക്കുന്ന മുന്നേറ്റം. 3, ലഹരിയുടെ ഇരുട്ടിൽ വീണുപോയവരെ തള്ളിക്കളയാതെ കൗൺസിലിങ്ങിലൂടെയും പുനരധിവാസത്തിലൂടെയും ജീവിതത്തിലേക്ക് വീണ്ടും കൈപ്പിടിച്ചുയർത്തുന്ന കരുതൽ. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആരംഭിച്ച് വെറും 21 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 3657 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 3931 പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പോരാട്ടം കൂടുതൽ ശക്തമായത്. ആദ്യ മാസം പൂർത്തിയാകുമ്പോൾ തന്നെ കണക്ക് 5353 കേസുകളിലേക്കും 5736 അറസ്റ്റുകളിലേക്കും ഉയർന്നു. അതിലുപരി 30 കോടിയിലധികം വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തതെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് കേരളം നേടിയെടുത്തത് വെറും കേസുകളോ അറസ്റ്റുകളോ മാത്രമല്ല, ലഹരി മാഫിയകൾക്കെതിരെ തുറന്ന മുന്നറിയിപ്പും ലഹരിയുടെ ഇരുട്ടിൽ വീണുപോയവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ പ്രതീക്ഷകളും കൂടിയാണ്. മറ്റെല്ലാത്തിനുമുപരി കേരളം ലഹരിക്കെതിരെ ശക്തമായി പോരാടുന്നു എന്ന അചഞ്ചലമായ ആത്മവിശ്വാസം കൂടിയാണ്. ഒരു സമൂഹം ഒന്നിച്ചുണർന്നാൽ, ഒരു തലമുറ ഒന്നിച്ചു കൈകോർത്ത് പ്രതിരോധിച്ചാൽ ലഹരി പോലെയുള്ള എത്ര വലിയ വേരുകളെയും പിഴുതെറിയാൻ സാധിക്കുമെന്ന് കേരളം ഇന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, മയക്കുമരുന്ന് ലോബിയുടെ പത്തി തകർത്തിരിക്കുകയാണ്. കേരള പോലീസ് വളരെ സ്തുത്യർഹമായ സേവനം നടത്തുകയാണ്. ലഹരി തകർക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെയോ ഒരു ഭാവിയുടെയോ സ്വപ്നത്തെയാണ്. ഓരോ വീഴ്ചകളിലും കൈപിടിച്ചുയർത്തിയ മാതാപിതാക്കളുടെയും രക്തബന്ധങ്ങളുടെയും കഴുത്തിൽ കത്തിവെക്കാനാണ് ഓരോ ലഹരിയും പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടമാണിത്. ഈ പോരാട്ടത്തിൽ അണിനിരന്നവർക്കും പ്രതിരോധ കോട്ട പണിഞ്ഞവർക്കും ബിഗ് സല്യൂട്ട്. ലഹരിക്കെതിരെ കൈകോർക്കാം, യുവതലമുറയെ സംരക്ഷിക്കാം. We will not be silent. We will fight against the drugs.
ഏത്